അപ്പോൾ എല്ലാ കടികൾക്കും റോൾ നമ്പർ 7ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് ടാറ്റയുടെ ഒരു പൊരിടാവിനായിട്ട് കിട്ടിയേക്കുന്നത് ടാറ്റ പ്രൈമ എന്ന് പറയുമ്പോൾ 3125 നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇന്ന് തന്നേക്കണത് ഇന്ദ്രവജ്ര ഗ്രൂപ്പിൻ്റെ വണ്ടിയാണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ടാക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാർ ലുക്ക് തന്നെയാട്ടോ, നല്ലൊരു നമ്മുടെ അമേരിക്കൻ ട്രക്കിൻ്റെ പോലെയാണ് ഈ ടാറ്റയുടെ ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ബാർ ലുക്കിൽ തന്നെയാണ് ടാറ്റ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് രണ്ട് സൈഡിലും പാർക്ക് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലാസ് തന്നെയാണ് വന്നേക്കണത്. നമ്മുടെ സൈഡിലേക്ക് ബെൻഡായി നിൽക്കുന്ന രീതിയിലുള്ള ഗ്ലാസ്സുകളാണ് കൊടുത്തേക്കണേ. പിന്നെ നമുക്ക് മിറർ നോക്കുകയാണെങ്കിലും ഡബിൾ മിററുകളായിട്ട് നൽകിയിട്ടുള്ളത്. നല്ല ഒരു ഭംഗിയിൽ തന്നെ കൊടുത്തേക്കണത്. അതുപോലെ വൈപ്പർ നോക്കുകയാണെങ്കിലും നല്ലൊരു സെറ്റപ്പ് വൈപ്പർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ലൈലാൻഡിലും ഈ ടാറ്റയുടെ ഈ വണ്ടിയിലാണ് ഈ ജാതി വൈപ്പറുകൾ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ഇതൊക്കെ വരുന്നത് നമ്മുടെ ഫൈബറാണ് ഇട്ട് വരുന്നത്. ഈ ഗ്രില്ലുകളും കാര്യങ്ങളും വരുന്നത് ഫൈബറാണ്. ഈ സൈഡിലേക്ക് വരുമ്പോഴും ഈ കവളൊക്കെ ഫൈബർ തന്നെ വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ അവിടെ പ്രൈമ എന്ന് പറഞ്ഞാൽ LX എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ്ങും, അതുപോലെ 3125 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടണ്ണേജും കാര്യങ്ങളാണ് കൊടുത്തേക്കണത്. അതുപോലെ നമ്മുടെ ഹോഴ്സ് പവറാണ് 25 വരുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിലാണ് നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളും കൊടുത്തേക്കണേ. അതുപോലെ ആയിട്ട് നമുക്ക് ഒത്ത സെൻട്രൽ തന്നെയായിട്ട് ടാറ്റയുടെ ഒരു അടിപൊളി ലോഗും കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ടാറ്റ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്രോം ഫിനിഷിൽ തന്നെ ബ്ലാക്ക് മാറ്റിൽ നമ്മൾ ടാറ്റ എന്ന് ഇതിൽ ലെറ്ററിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല മെറ്റൽ ബമ്പറുകളാണ് നൽകിയിട്ടുള്ളത്. ലൈറ്റ് വരുമ്പോൾ നല്ലൊരു അടിപൊളി നല്ലൊരു കണ്ണായിട്ട് തന്നെയാണ് കൊടുത്തേക്കണത്. നിങ്ങളുടെ നമ്മൾ ഈ കോർണറിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഒരു പ്രൊജക്ടർ ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്ററും ഇതിലൊരു ഒറ്റ പീസായിട്ടാണ് വന്നേക്കണത്. അതുപോലെ നമുക്ക് അഡീഷണലായിട്ട് ഒരു ഫോഗ് ലൈറ്റ് പിടിപ്പിക്കാനുള്ള ഒരു പോർഷനും കാര്യങ്ങളും ഇവിടെ കമ്പനി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗാർഡൊക്കെ നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ ഒരു റിഫ്ലക്ടർ, പിന്നെ നമുക്കിവിടെ ഗ്ലാസ് കഴുകാൻ വേണ്ടിയിട്ട് ചവിട്ടി കയറാനുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മടയെന്നും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഹുക്കും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കെട്ടി വലിക്കാനും കാര്യങ്ങൾക്കാണ് ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ ലുക്കും കാര്യങ്ങളും. ഈ വരുമ്പോൾ ആ ബാർ ലുക്ക് തന്നെയാണ് നമുക്ക് സൈഡിലും കാണാൻ പറ്റണത്. ഒരു യെല്ലോ ഫിനിഷിൽ പെയിൻറ്റിങ്ങിലാണ് ഡോറും അത് ബോഡിയൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഡോറ് നോക്കണേ നല്ലൊരു ഡോറ് തന്നെയാണ് നമുക്ക് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മിററിൻ്റെ കൊമ്പ് വലിയൊരു കൊമ്പ് തന്നെ കൊടുത്തിട്ടുള്ള. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഡോർമ നല്ലൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോറിൻ്റെ താഴെയായിട്ട് വരുമ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെ കൊടുത്തേക്കണേ. പിന്നെ നമ്മുടെ ഈ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ഫിനിഷിൽ ഫൈബറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മറ്റുള്ള വണ്ടികളിൽ കൂടുതലായിട്ട് 2 സ്റ്റെപ്പും കാര്യങ്ങളാണ് ഡ്രൈവർക്ക് കയറാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മെറ്റലാണ് ചെയ്തേക്കണേ. സ്റ്റെപ്പുകൾ മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മങ്കാടിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാബിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് സൈലൻസർ കാണാൻ പറ്റും. വെർട്ടിക്കലായിട്ടാണ് നമ്മുടെ സൈലൻസറുകൾ കൊടുത്താണ്. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ചെളിയും വെള്ളമൊക്കെ ഉണ്ട് വിചാരിച്ചാൽ അതിൽ കൂടെ സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാനും കാര്യങ്ങൾക്കും സാധിക്കും. അതിനാണ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൊടുത്തേക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും കുറേ ടിപ്പറുകളും കാര്യങ്ങളും വന്നിട്ടാണ് പലരും രക്ഷിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളാണെന്ന് വിചാരിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എത്ര വെള്ളത്തിൽ ഇപ്പോൾ ടയർ മുങ്ങി താഴ്ന്ന വെള്ളത്തിൽ കൂടെ വരെ നമുക്ക് സിമ്പിളായിട്ട് ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റൂട്ടോ. അതുപോലെ നമുക്ക് ഈ സൈലൻസറിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഈ ബാക്കിലെ ബോഡി പൊക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് ഓയിലും കാര്യങ്ങളാണ് ഈ ടാങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോക്സ് ടൈപ്പാണ് വന്നേക്കണത്. അതുപോലെ നമ്മുടെ ക്യാബിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ബാക്ക് ബോഡിയും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് അവിടെ ടാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററിങ് കാര്യങ്ങളും ഈ ബാക്ക്
അപ്പോൾ നമ്മുടെ ചേസും കാര്യങ്ങളും നോക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്, ബാസ്കറ്റ് ടിപ്പറുകൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒറ്റ ചേസാണ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് മുകളിൽ മരം കാര്യങ്ങളൊക്കെയാണ് കയറ്റുക. ഇതിൻ്റെയൊക്കെ നമ്മൾ കമ്പനി തന്നെ ഡബിൾ ചേസും കാര്യങ്ങളാണ് കൊടുത്താണ്. അതുപോലെ നമുക്ക് ഈ ചേസിൽ തന്നെയായിട്ട് ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 140 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് 5250, അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 525 ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. ഡബിൾ ഹൗസിംഗ് കാര്യങ്ങളാണ് വന്നേക്കണേ. 8x4 വരുന്നത്. സെറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ബോഗി ടൈപ്പ് ആണ് വന്നേക്കണേ. നമുക്ക് കാണാൻ പറ്റും, കണ്ട ചെറുതിന്ന് വലുതിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ബാക്ക് ബോഡിയിലേക്ക് വരുമ്പോൾ ഒരു സ്ലോപ്പായിട്ടാണ് നിൽക്കണേ. നമ്മുടെ ലോഡും കാര്യങ്ങളും സിമ്പിളായിട്ട് ഇറക്കാനും വേണ്ടിയിട്ടാണ് ഈ സ്ലോപ്പ് രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നോർമൽ ലൈറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇൻഡിക്കേറ്റർ, അതുപോലെ പാർക്ക്, റിവേഴ്സിന് നമ്മൾ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളും ഈ ചേസിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാലൻസ് റോഡ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ബോഡിയുടെ ചുറ്റിനായിട്ട് നമുക്ക് ഇതേപോലെ പാർക്ക് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ വണ്ടിക്കും നമുക്ക് വരണതാണ്, എന്നാലും നല്ലൊരു അടിപൊളി പാർക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആക്സിലിൻ്റെ അവിടെയായിട്ട് നമുക്കിവിടെ ടാറ്റയുടെ ഒരു ലോഗയും കാര്യങ്ങളും ഈ വീലിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാറ്ററി 2 ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ ഓൺ ഓഫിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ തന്നെയാണ് നമുക്ക് സ്റ്റെപ്പിനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ആഡ് ബ്ലൂവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു 50 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ആഡ് ബ്ലൂവിൻ്റെ ടാങ്കാണ് കൊടുത്തേക്കണേ. അത് നമ്മൾ ഫൈബറിൻ്റെ ടാങ്കാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് കാണാം. നമ്മുടെ ബാക്കിലെ ബോഡിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ലാഡർ പോലെ പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുമ്പോൾ ചവിട്ടി കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. ക്യാബിൻ ഫ്രണ്ടിലേക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഒരു ലിവർ ഇട്ടിട്ട് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിൻ ഫ്രണ്ടിലേക്ക് നമുക്ക് മറയ്ക്കാം. അപ്പോൾ മെയിൻ്റെനൻസിനും കാര്യങ്ങൾക്കും അങ്ങോട്ട് മറയ്ക്കേണ്ട ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സും കാര്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഹൈഡ്രോളിക് ഓയിലുകളാണ് നമ്മൾ ഈ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇത് നമ്മുടെ ജാക്കിയാണ് വരുന്നത്. നമ്മുടെ ബാക്ക് പെട്ടി പൊക്കാൻ വേണ്ടിയിട്ടുള്ള ജാക്കിയും കാര്യങ്ങളാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും നല്ലൊരു അടിപൊളി ലുക്കിൽ തന്നെ എയർ ഫിൽറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കേട്ടികളെ, നമ്മൾ വണ്ടിയുടെ ഈ ബാക്ക് പെട്ടിയിലാണ് നിൽക്കണേ, നമ്മുടെ ബാക്ക് ബോഡിയിൽ നിൽക്കണത്. നമ്മുടെ ലഗേജും കാര്യങ്ങളും ഇതിലാണ് കയറ്റണത്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള നമ്മുടെ ടണ്ണേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ടണ്ണാണ്. അതിപ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റും പിന്നെ ഇതിലെ ടണ്ണും കൂട്ടിയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ അളവ് പറയുന്നത്. 31 ടണ്ണാണ് ഇതിന് കമ്പനി പറയണത്. ബോഡിയും കാര്യങ്ങളും നോക്കണമെങ്കിൽ നല്ല അടിപൊളി ഹെവി മെറ്റൽ ബോഡി നേട്ടം നൽകിയിട്ടുള്ളത്. ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ നമുക്കൊരു ലക്ഷറി കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന സെയിം ഫീൽ തന്നെ ഈ വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ വർക്കുകളായാലും AC ക്യാബിനുള്ള വരണേ, അത് കാരണം കൊണ്ട് നമ്മുടെ ഉള്ളും കാര്യങ്ങളും നല്ല അടിപൊളി
നല്ലൊരു ഗ്രേ ഫിനിഷിൽ തന്നെയാണ് നമ്മുടെ ഫൈബറും കാര്യങ്ങളും ടോപ്പിൽ വർക്ക് ചെയ്തേക്കണത്. അതുപോലെ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റിയറിംഗും കാര്യങ്ങളും വന്നേക്കണേ. സെൻട്രലായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷിൽ ടാറ്റയുടെ ഒരു ലോഗിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഡിമ്മും ബ്രൈറ്റിൻ്റെയും ലൈറ്റാണ് കൊടുത്തേക്കണത്. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്കിൻ്റെ ലിവർ, അതുപോലെ വൈപ്പറിൻ്റെ ലിവറാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡ് നോക്കണമെങ്കിൽ നല്ലൊരു അടിപൊളി കാറിൻ്റെ ലുക്കിലുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളും കൊടുത്തേക്കണേ. നമുക്ക് ഇവിടെ ആയിട്ട് AC വിൻഡോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ചാർജർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 4 ഇൻഡിക്കേറ്റർ ഇടാനുള്ള കസാട്ട് ലൈറ്റും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്താണ്. പിന്നെ AC-യുടെ ഫാനിൻ്റെ സ്വിച്ചുകളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇത് AC-യുടെ ഓൺ ഓഫ് സ്വിച്ചാണ്. പിന്നെ ABS-ൻ്റെ സ്വിച്ച് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡെമ്മിയൊക്കെ വരണത്. പിന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് ആക്സിലിൻ്റെ 4 വീലൊക്കെ 8 വീലും കാര്യങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ് ഇത് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാക്ക് പെട്ടിയിലെ ലൈറ്റും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ലൈറ്റും കാര്യങ്ങളും വേറെ എക്സ്ട്രാ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും നമുക്ക് ഈ ഡാഷ്ബോർഡിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കണത്. ഇതൊക്കെയാണ് നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മീറ്റർ കൺസോളിലേക്ക് പോകാം. ഇവിടെ ആയിട്ട് RPM-ൻ്റെ അനലോഗ് മീറ്ററുകളാണ് നൽകിയിട്ടുള്ളത്. RPM-ൻ്റെ ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഡീസൽ ഗേജും കാര്യങ്ങളാണ് കൊടുത്തേക്കണേ. പിന്നെ ഹീറ്ററിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമുക്കൊരു ട്രിപ്പിൻ്റെ അത് കിലോമീറ്ററിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്ററാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എയർ ടാങ്കിൻ്റെ 2 ടാങ്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കിലോമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലായിട്ട് വാം ലൈറ്റും കാര്യങ്ങളും ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എയർ ബ്ലൂവിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ഡിമ്മും ബ്രൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ചും തിരിക്കുന്ന ടൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാവിയൊക്കെ വരുന്നത് ഈ സൈഡിൽ തന്നെയാണ് ചാവിയും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. 10 സ്പീഡ് ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളത്. ഒരു റിവേഴ്സ് അതുപോലെ ഒരു എല്ല് അങ്ങനെ 10 സ്പീഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി സെറ്റപ്പ് ഗിയർ ലോറും കാര്യങ്ങളും തന്നെ ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടിപൊളി കുഷ്യനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടിപ്പ് പോക്കാനുള്ള ലിവറും കാര്യങ്ങളും നമ്മൾ ഈ ഗിയർ ബോക്സിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഇപ്പോൾ നമ്മുടെ കിളിക്ക് ഇരിക്കാനും സെറ്റപ്പ് സീറ്റും കാര്യങ്ങളും തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ ഡാഷിൻ്റെ ഈ സൈഡിലായിട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ബോക്സും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ AC വിൻഡോകൾ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡോറിലേക്ക് വരുമ്പോൾ ഡോറിൻ്റെ ഈ മുകളിലായിട്ട് നമുക്കൊരു മിറർ വെച്ചിട്ടുണ്ട്. പലരും സംശയമായത് എന്തിനിപ്പോൾ ഇങ്ങനെ ഇത്ര മിറർ വെച്ചേക്കണേന്ന്. ഇതിപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വീലിൻ്റെ അവിടെ വല്ല കല്ലോ വല്ല കുഴിയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രൈവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അടിഭാഗം കംപ്ലീറ്റ് ബാക്ക് വരെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മിററും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡോറിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫൈബർ ഫിനിഷിലുള്ള ഡോർ പേഡുകളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലിവറായാലും ഡോർ തുറക്കാനുള്ള ലിവറായാലും അടിപൊളി നല്ലൊരു ഫിനിഷിൽ തന്നെ നമ്മുടെ കാറിലൊക്കെ വരുന്ന രീതിയിലുള്ള ലിവറുകൾ തന്നെ കൊടുത്തേക്കണേ. പിന്നെ വൈൻഡിങ് ഗ്ലാസ്സുകളാണ് അതിന് നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഹാൻഡിലൊക്കെ കണ്ടറിയാം ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യും. നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറ് തുറക്കുമ്പോൾ തന്നെ കണ്ട നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്പീക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ കുറച്ച് പേപ്പറാ എന്തെങ്കിലുമൊക്കെ വെക്കാനും അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഈ ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിൽ തന്നെയാണ് ഡോർ പാഡും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഡ്രൈവർക്ക് ബാക്കിലേക്കുള്ള കാഴ്ചകൾ കാണാം. വിശാലമായ ഒരു ഗ്ലാസും കാര്യങ്ങളും ഈ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എർത്തും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് നൽകിയിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ വരണത്. സുബീഷ് ചേട്ടനാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഗഡികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം.